മറ്റു വാർത്തയിലേക്ക്. കേന്ദ്ര ബജറ്റിനായി കാതോർത്ത് രാജ്യം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ആദായ നികുതിയിൽ മാറ്റത്തിന് സാധ്യതയില്ല. കേരളത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കാര്യമായ പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എയിംസും അതിവേഗ റെയിൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരും. സജിത്ത്, കേരളം ഏറെ പ്രതീക്ഷിക്കണം, കാരണം തെരഞ്ഞെടുപ്പിൻ്റെ നാളാണ്. കേരളത്തിന് കാര്യമായ പരിഗണന പല ബജറ്റുകളിൽ ലഭിച്ചില്ല എന്ന പരാതിയുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ എയിംസ് നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും ആഗ്രഹിക്കുന്നു. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് പണം മാറ്റിവെക്കുമെന്ന് വിചാരിക്കുന്നു. വിഴിഞ്ഞത്ത് സഹായം വേണം. എന്താണ് മനസ്സിലാക്കേണ്ടത് അവസാന നിമിഷം? ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് രഞ്ജിത്ത്, രാജ്യത്തെ സംബന്ധിച്ച്, ഒപ്പം കേരളത്തെ സംബന്ധിച്ചും. ഒന്ന്, ഒരു ഞായറാഴ്ച ദിവസം, ഒരു അവധി ദിവസം രാജ്യത്തിൻ്റെ ബജറ്റ് അവതരണം നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഈ ബജറ്റ് അവതരണം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം ഇന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. കാരണം തന്ത്രപ്രധാനമായൊരു ദിവസമാണ് രാജ്യത്തെ സംബന്ധിച്ച്. ഒപ്പം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചും നമുക്ക് ഏറെ പ്രതീക്ഷകളും കാത്തിരിപ്പുകളുടെയും ദിവസവും മണിക്കൂറുകളുമാണ് നമുക്ക് മുന്നിൽ കടന്നു പോകുന്നത്. പലതുകൊണ്ടും പ്രസക്തമാണ്. നമുക്കിൻ്റെ ദേശീയ സാഹചര്യം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നിർമ്മല സീതാരാമൻ്റെ 9ാമത് ബഡ്ജറ്റാണ് ഇത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, നിർമ്മല സീതാരാമൻ ഇപ്പോൾ ധനമന്ത്രാലയത്തിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയുടെ അനുമതി വാങ്ങലാണ്. ബജറ്റ് അവതരണത്തിന് ഒരു സ്വാഭാവിക നടപടിക്രമമാണ്, ഒരു ഭരണഘടനാപരമായ നടപടിക്രമമാണ്. അതാണ് നടക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനും ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമടക്കം, രാഷ്ട്രപതി ഭവനിലെ ഉദ്യോഗസ്ഥരുമടക്കം ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. കാരണം ഇതൊരു നടപടിക്രമമാണ്. ബജറ്റ് തയ്യാറാക്കുന്ന ധനമന്ത്രി അത് രാഷ്ട്രപതിയുടെ അനുമതി വേണം, കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി വേണം. ആ അനുമതിയോടുകൂടിയാണ് ബജറ്റ് അവതരണം പാർലമെൻറ്റിൽ നടത്തുക. ആ നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനാവുക. എന്തായാലും വളരെ പ്രാധാന്യമുള്ള നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. നോക്കൂ, ചരിത്രത്തിൽ ആദ്യമായി ഞായറാഴ്ച ബജറ്റ് അവതരണം എന്ന പ്രത്യേകതയുണ്ട്. നിർമ്മല സീതാരാമൻ്റെ 9ാമത് ബഡ്ജറ്റാണ്. അതായത് രാജ്യത്തെ ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച 2ാമത്തെ വ്യക്തിയായി നിർമ്മല സീതാരാമൻ മാറുകയാണ്. മൊറാർജി ദേശായിയാണ് 10 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയാണ് ഒന്നാമൻ. 2ാമനായി അത് നിർമ്മല സീതാരാമന്മായിരുന്നു. ഒരു വനിത ഈ തരത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു എന്ന പ്രത്യേകത മറ്റൊരു തരത്തിൽ കൂടിയുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ബജറ്റാണ്. മാത്രമല്ല, സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിൽ രാജ്യം വളർച്ചയുടെ സൂചനകൾ നൽകി എന്ന് സർക്കാർ അവകാശപ്പെടുന്നതിനിടയിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റാണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കയുടെ ട്രേഡ് ബാൻ അടക്കമുള്ള പുതിയ തീരുവ നടപടിക്രമങ്ങൾ അടക്കമുള്ള വലിയ കടുത്ത പ്രതിസന്ധികളെ അതിജീവിക്കാൻ രാജ്യം സ്വീകരിച്ച അല്ലെങ്കിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളെന്ത്, തന്ത്രപ്രധാനമായ നീക്കങ്ങൾ എന്ത് എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട. ധനമന്ത്രിയുടെ കയ്യിൽ കാണുന്ന ആ ചുവന്ന ബുക്കിലെ ടാബ്ലറ്റിലാണ് ഇപ്പോൾ നമുക്കറിയാം, പഴയതുപോലെ ഒരു പുസ്തക രൂപത്തിലല്ല, ഈ ഫോർമാറ്റിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രത്യേകതയുമുണ്ട്. ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ കൂടി നമ്മുടെ ഈ ബജറ്റിനെ ലോകരാജ്യങ്ങൾ കൂടിയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നതുകൂടി ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. മന്ദികാലഘട്ടത്തെ മറികടക്കാൻ രാജ്യം സ്വീകരിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഒരു ഇടക്കാല പ്രഖ്യാപനത്തിലൂടെ ചില വലിയ ഇടത്തട്ടുകാർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകിയതാണ്. അതായത് ആദായ നികുതി വകുപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയായി ഉയർത്തിയതാണ്. അത് 1 ലക്ഷത്തിലേക്ക് ഉയർത്തുമോ എന്ന ചില സൂചനകളൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം പെട്ടെന്ന് അത്തരമൊരു പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയില്ല. മറിച്ച് ദമ്പതിമാർ ഒന്നിച്ച് ആദായ നികുതി വ്യത്യസ്തമായി അടയ്ക്കുന്ന ദമ്പതിമാരുടെ വരുമാനം ഒന്നിച്ച് ഒറ്റ നികുതിയായി പരിഗണിക്കുന്ന ജോയിൻറ്റ് ടാക്സ് സിസ്റ്റം ഒരുപക്ഷെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചില പരിഗണനകൾ ഉണ്ട്, ആലോചനകളുണ്ട് എന്ന് കരുതുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 2-3 ബജറ്റുകളിലായി ഒരു പുതിയ രീതി അവലംബിച്ചു വരുന്നുണ്ട്. അത് ഇടത്തട്ടുകാരിലേക്ക് കൂടുതൽ പണം എത്തുന്ന നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ കഴിയുന്ന ചില നീക്കങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ടാക്സ് ഒരു വിഭാഗത്തിന് ഒഴിവാക്കി കൊടുക്കുമ്പോൾ ആ പണം
രാജ്യത്ത് നിക്ഷേപമായി വരാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ചില ഫോർമുലകൾ, ചില തന്ത്രപ്രധാനമായ നീക്കങ്ങളൊക്കെ ഈ ബജറ്റിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ കൂടി അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ പൊതുവിൽ നമ്മുടെ ബജറ്റുകളുടെ ഒരു പൊതുരീതി അനുസരിച്ച്, പുതിയ കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ച് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ കഴിയുന്നുള്ള നീക്കങ്ങളുണ്ടാവും. ചിപ്പ് നിർമ്മാണം പോലെയുള്ള മറ്റ് മേഖലകളിലേക്ക് കടന്നു പോകാനുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ ബജറ്റിൻ്റെ പരമ്പരാഗത രീതിക്കപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ചില നീക്കങ്ങളൊക്കെയാണ്. ഇനി സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയങ്ങളിലേക്ക് പോകുമ്പോഴും ഏറെ പ്രധാനപ്പെട്ടതാണ്. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വർഷമാണ്. മാസങ്ങൾക്കപ്പുറം 1-2 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. കേരളം, തമിഴ്നാടിന് പുറമെ പശ്ചിമ ബംഗാളും ഒപ്പം തന്നെ ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം തീർച്ചയായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവാം. അതായത് ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നീക്കിയിരിപ്പ് ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് കേരളത്തിൻ്റെ കാര്യം പരിഗണിക്കപ്പെടുന്നത്. സമീപകാലത്ത് ഇതാദ്യമായിട്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ കേന്ദ്ര ബജറ്റ് കൂടി എത്തുന്നു എന്ന പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ആ പരിഗണനകൾ ഉണ്ടാകുമോ? മാത്രമല്ല, BJPയെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൽ ഇത്തവണ വലിയ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളും അവകാശവാദങ്ങളും തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉയർത്തിക്കാട്ടണമെങ്കിലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ചില പരിഗണനകൾ ഉണ്ടാവണം. അങ്ങനെ എയിംസ്, നമ്മൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒന്നാണ് എയിംസ്. കേരളത്തിൽ നിന്നുള്ള BJPയുടെ ഏക MP സുരേഷ് ഗോപി ഇക്കാര്യം എയിംസ് വരും കേട്ടോ എന്ന് സ്ഥിരമായി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിഴിഞ്ഞത്തിന് കൂടുതൽ ഫണ്ട് അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് അതിവേഗ റെയിലാണ്. ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മുമ്പ് അവതരിപ്പിച്ചൊരു അതിവേഗ റെയിലുണ്ട്. അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട പണം അനുവദിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെയാണ് പ്രതീക്ഷ. മറ്റ് നിരവധി മേഖലകൾ, കാർഷിക മേഖല, കുട്ടനാട് പാക്കേജ്, റബ്ബർ, ഇതൊക്കെ കേരളത്തിൻ്റെ അത്താണിയാണ്. ഇവിടെയൊക്കെ ഒരു പരിഗണന ലഭിക്കണം സ്വാഭാവികമായും. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് വരുമ്പോൾ ഉള്ള പ്രാധാന്യമുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം പുതിയ പ്രഖ്യാപനങ്ങളായി എയിംസ് കടന്നു വരുമോ എന്നതാണ്. കേന്ദ്ര സർക്കാർ ഡൽഹി എയിംസ് മാതൃകയിൽ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിച്ചു തുടങ്ങിയത് കഴിഞ്ഞ UP സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് മുതൽ കേരളം പ്രതീക്ഷിക്കുന്നതാണ് കേരളത്തിനും ഒരു എയിംസ് എന്നത്. പക്ഷേ അത് പ്രഖ്യാപനങ്ങളിലും പ്രതീക്ഷകളിലും മാത്രമായി ഒതുങ്ങിപ്പോയി, അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ ഒരു എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പല സംസ്ഥാനങ്ങൾക്കും കൊടുത്ത കുടിയിൽ ഇത്തവണ കേരളത്തിനായിരിക്കണം അതുണ്ടാവുക എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അതെവിടെ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതുവരെ എയിംസ് എന്ന വാക്കുകൾ മാത്രം നമ്മൾ പ്രതീക്ഷകളുടെ കണക്കിൽപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തവണ അത് ഉണ്ടാകുമെന്ന് BJP കേന്ദ്രങ്ങളും ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുണ്ടാകുമോ? ഒരുപക്ഷേ ഈ കേന്ദ്ര ബജറ്റിൽ എയിംസ് അനുവദിക്കുകയാണെങ്കിൽ കൂടിയും അത് ഏത് സ്ഥലമെന്ന് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലാണ് സ്ഥലം കണ്ടെത്തി അവിടെ വരണം എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുമോ കേന്ദ്രം? അതല്ലെങ്കിൽ കേരളത്തിന് അനുവദിച്ചു എന്ന പ്രഖ്യാപനം കേരളവുമായി കൂടിയാലോചിച്ച് സ്ഥലം തീരുമാനിക്കുക എന്ന നീക്കമാണോ ഉണ്ടാവുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എയിംസ് സംബന്ധിച്ച്. അതിനപ്പുറമുള്ള മറ്റ് മേഖലകൾ ഏതൊക്കെയാണെന്ന് 29 ഇനങ്ങളിലുള്ള നിർദ്ദേശമാണ് കേരളം കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അടക്കം അതിൻ്റെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ. അതിനപ്പുറം വിഴിഞ്ഞം എന്ന വലിയ ഒരു അനുബന്ധ സാധ്യതകൾക്ക് വേണ്ടി കേരളം കൂടുതൽ പണം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ പണം എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുള്ള പണമാണ്. വിഴിഞ്ഞത്ത് റോഡ് റെയിൽ കണക്ടിവിറ്റിയുടെ പൂർത്തീകരണം ഉണ്ടാവണം. അവിടെ ഒരു മാരിടൈം ഹബ്ബ് രൂപീകരിക്കണം. ഒപ്പം തന്നെ ഫിഷറീസ് മേഖലയുടെ കൂടുതൽ അനുബന്ധ നീക്കങ്ങൾ ഉണ്ടാവണം. കേരളത്തിൻ്റെ പ്രതീക്ഷയായ കരിമണൽ മേഖലയിലൂടെ ഒരു കോറിഡോർ, ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ മാതൃകയിലുള്ള ഒരു പുതിയ ഇടനാഴി രൂപീകരണം, ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളും സാധ്യതകളുമുണ്ട്. ഇത് ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ റബ്ബർ മേഖലയാണ്. നമുക്കറിയാം സംസ്ഥാന ബജറ്റിൽ റബ്ബറിന് നീക്കിയിരിപ്പ് ഉണ്ടായില്ല, കാര്യമായ നീക്കിയിരിപ്പുകളൊന്നുമില്ല. അത് വിമർശനമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് നീക്കിയിരിപ്പ് പ്രഖ്യാപിച്ചാൽ അത് പുതിയ ഒരു രാഷ്ട്രീയ അവകാശവാദവും അതിനപ്പുറം ഒരു കൗതുകവും കൂടി അതിനകത്ത് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.